ഹുഷാംദീദ് ബച്ചോ, എല്ലാവർക്കും 7ാം ക്ലാസ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മുടെ സ്ക്രീനിൽ എന്താ കാണുന്നത്? ഇത് എന്തിൻ്റെ ചിത്രമാ? നിങ്ങൾക്കറിയാമല്ലേ, ബാരിഷ്, മഴയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് അല്ലേ? ബാരിഷിനെ കുറിച്ച് ഒരുപാട് കവിതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കവിതകളും കഥകളും അനുഭവങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിലൊരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റിംജിം റിംജിം ബറസ് രഹാ ഹേ, ചം 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 ടപക് രഹാ ഹേ, जोर से बादल गरज रहा है, പാനി ഹർസൗ ബഹാ രഹാ ഹേ അല്ലേ? കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് ഇനിയുണ്ടല്ലേ, ഒരുപാട് വരികളുണ്ട് അതിൽ, ഇനിയുണ്ട് ഒരു കുറച്ച് വരികൾ കൂടെ. നിങ്ങൾ നല്ല വൃത്തിയായി പഠിച്ച കവിതയാണത് അല്ലേ? ഇതല്ലാതെ മലയാളത്തിലുള്ള ബാരിഷിനെ കുറിച്ചുള്ള കവിതകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, 1ാം ക്ലാസ്സിലൊക്കെ. ചറപറ ചറപറ മഴ പെയ്തു, പറ പറ അല്ലേ, പറ 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 മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ മഴ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ? അപ്പം നമ്മൾ ചെറുപ്പത്തിൽ മുതൽ തന്നെ മലയാളത്തിലൊക്കെ നമ്മുടെ മഴയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുദുവിലും കഴിഞ്ഞ തവണ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 6ൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത്? എന്തൊക്കെ ഓർമ്മകളാണ് ഉള്ളത്? മഴ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മഴയത്ത് നമ്മൾ കളിക്കും അല്ലേ? മഴയത്ത് കളിക്കും. പിന്നെ തോണി ഉണ്ടാക്കും അല്ലേ? തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ ഒഴുക്കി വിടാറുണ്ട്. ശരിയാണ് അല്ലേ? പിന്നെയോ? പിന്നെ എന്ത് ചെയ്യും? മഴയത്ത് മീൻ പിടിക്കാൻ പോകുമോ? ഇത്രയും വെള്ളമുള്ള സമയത്ത് നിങ്ങൾ മീൻ പിടിക്കാൻ പോകും അല്ലേ? അതൊക്കെ സൂക്ഷിച്ച് വേണം. പിന്നെ എന്തൊക്കെ ചെയ്യും? ചെറിയ ചെറിയ ഇലകളൊക്കെ പറിച്ചിട്ട് ആ ഇലയിൽ നമ്മളൊരു തരം ചേമ്പിൻ്റെ പോലത്തെ ഇലയുണ്ടാവും, അതിലൊക്കെ വെള്ളമാക്കില്ലേ? അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ ചെയ്യാറുണ്ട്? പിന്നെ ഫുട്ബോൾ കളിക്കും. ഓക്കെ. പിന്നെയോ? പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും അതിൽ? ചാടിക്കളിക്കും അല്ലേ? ചാടിക്കളിക്കും, മഴ നനഞ്ഞ് കളിക്കും. അപ്പോൾ എല്ലാവർക്കും മഴ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? മഴയത്ത് കളിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിലേ നമുക്ക് മലയാളത്തിൽ മഴയെക്കുറിച്ചും മഴയുടെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ എളുപ്പത്തിൽ അറിയാം അല്ലേ? നമുക്ക് ഉറുദുവിൽ മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾക്കറിയുക? ഈ ചിത്രമൊക്കെ നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ മതി. ബാരിഷുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാം? പറഞ്ഞോളൂ. ഓക്കെ. പാനി അല്ലേ? മഴ എന്ന് പറയുമ്പോൾ തന്നെ അത് വെള്ളം തന്നെയാണ് അല്ലേ മെയിൻ വരിക. പിന്നെന്താ? ബാദൽ എന്താ അർത്ഥം? മേഘം. ഓക്കെ. പിന്നെ ബിജലി എന്താ? മിന്നൽ അല്ലേ? നിങ്ങൾക്കറിയാം. പിന്നെയോ? ഈ ചിത്രത്തിലുണ്ടല്ലോ കുറേ. അതെ, പൂലുണ്ട്. പിന്നെ കേത്ത് അല്ലേ, വയൽ. പൂലെന്താ? പൂക്കളിൽ മഴ പെയ്യുന്നുണ്ട്, വയലുകളിൽ മഴ പെയ്യുന്നുണ്ട്. പേട്, മരങ്ങളൊക്കെ. പിന്നെ കാറ്റിനെന്താ പറയുക? ഹവ. പിന്നെന്താ? ആസ്മാൻ എന്നാണ് മഴ പെയ്യുന്നത് എന്നല്ലേ? ഓക്കെ. പിന്നെയോ? പിന്നെന്താ പറയാം? മഴവില്ലുണ്ട് അല്ലേ? ദങ്കുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ കളിക്കും. കേൽന. ശരി. അങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉറുദു വാക്കുകളൊക്കെ എഴുതി നോക്കി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 7ാം ക്ലാസ്സിൽ ഇത്തവണയും നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട ഒരു കവിത പഠിക്കാനുണ്ട്. അതേതാണെന്ന് നോക്കാം അല്ലേ? നോക്കൂ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെയും മഴയുമായി ബന്ധപ്പെട്ട ഒരു നല്ല ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. പൂലുണ്ട്, പേടുണ്ട്, ഗറുണ്ട് അല്ലേ? അതവിടെ പഹാടുണ്ട്. പിന്നെന്താ? ഇവിടെ ആരോ ഉണ്ടല്ലോ, മേണ്ടക ആരാ? തവള. ഓക്കെ. മരങ്ങളുണ്ട് അല്ലേ? വാഴ, കേലാക്ക, പേടുണ്ട്. പിന്നെയോ? കുട്ടികൾ അല്ലേ? ഒരു കുട്ടി കളിക്കുന്നു.
അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഏകദേശം വാക്കുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. മഴ വരുന്ന സമയത്ത് നമ്മുടെ ഈ പൂക്കളും ചെടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നല്ല ഉണർവുണ്ടാവും അല്ലേ. നമുക്ക് മഴ കാണുമ്പോൾ ഉണ്ടാവുന്ന ഉണർവ് നമ്മുടെ ചെടികൾക്കും അല്ലേ, അതുപോലെ തന്നെ മരങ്ങൾക്കും വയലുകൾക്കും ഒക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ മാറി, അല്ലെങ്കിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വാടിത്തളർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി അവിടെ ഇങ്ങനെ ഒരു ഉണർവ് കിട്ടും അല്ലേ. നല്ല ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് നല്ല മണ്ണിൻ്റെ മണം അല്ലേ, നല്ല രസമായിരിക്കില്ലേ. നല്ല രസമല്ലേ മണ്ണിൻ്റെ മണം. പിന്നെ അങ്ങനെ നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല തണുത്ത കാറ്റ് അല്ലെങ്കിൽ തണുപ്പുണ്ടാവും, നല്ല രസമായിരിക്കും അല്ലേ. മഴ ഇഷ്ടമൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ മഴയ്ക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന സ്വഭാവം കൂടിയുണ്ട് അല്ലേ. ശക്തിയായ മിന്നലാണ്, ഒരുപാട് പേര് മിന്നലിൽ മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴാറുണ്ട് അല്ലേ. അതിൽ കുറച്ച് പേർക്ക് അപകടം സംഭവിക്കാറുണ്ട്, ചിലവരുടെ വീട് നഷ്ടപ്പെടാറുണ്ട്, പിന്നെ പ്രളയം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വയനാട് ഉരുൾപൊട്ടൽ, അങ്ങനെ ഒരുപാട് അപകടങ്ങളും ഇതിൻ്റെ പിന്നാടിയായിട്ടുണ്ട്. പക്ഷേ മഴയില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല അല്ലേ. മഴയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മഴയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികളും മരങ്ങളും ഒന്നും ഉണ്ടാവില്ല അല്ലേ. കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. ഈ മരങ്ങൾക്കും ചെടികൾക്കൊന്നും വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കില്ല അല്ലേ. അപ്പം മഴ ശരിക്കും എന്താ, ഈ ഭൂമിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് അല്ലേ. മഴയില്ലാതെ നാമില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ പാഠഭാഗം നമുക്ക് നോക്കാം അല്ലേ. നോക്കൂ, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം അല്ലേ. നോക്കൂ, പാഠത്തിൻ്റെ പേരെന്താ? ഖേത്തോ മേ ജാൻ ആയി. എന്തായി ഖേത്ത്? വയൽ അല്ലേ. ഖേത്തോം വയലുകളിൽ ജാൻ ആയി ജീവൻ വന്നു. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ പറഞ്ഞില്ലേ, പൂക്കളും അതുപോലെ ചെടികളും മരങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാടി തളർന്ന് കിടക്കുന്ന സമയത്ത് അതിൽ മഴ വരുന്ന സമയത്ത് അതിനൊരു ഉണർവുണ്ടാവും അല്ലേ. അത് തന്നെയാണ് ഇതിലും ഉദ്ദേശിച്ചത്. ഖേത്തോ മേ ജാൻ ആയി എന്ന് വെച്ചാൽ നമുക്കറിയാലോ, മഴയ്ക്ക് മുന്നേ ഉണങ്ങി വരണ്ട് കിടക്കുന്ന വിണ്ട് കീറിക്കിടക്കുന്ന പാടങ്ങളായിരിക്കും അല്ലേ. അതിൽ അഥവാ വല്ല ചെടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ അല്ലേ ഭയങ്കരമായിട്ടിങ്ങനെ വാടി തളർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ ആ വാടിത്തളർന്ന് അല്ലെങ്കിൽ വിണ്ട് കീറിക്കിടക്കുന്ന പാടങ്ങൾക്കൊക്കെ ഒരു പുതിയ ഉണർവ് വരുന്നത് എപ്പോഴാണ്? അത് വീണ്ടും കൃഷിക്ക് സജ്ജമാകുന്നത് എപ്പോഴാണ്? അതിൽ മഴ വരുമ്പോഴാണ്. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിച്ചത് കേട്ടോ. ഖേത്തോമേൻ ജാൻ ആയി എന്ന് പറഞ്ഞാൽ വയലുകൾക്ക് പുതുജീവൻ അല്ലെങ്കിൽ ജീവൻ വന്നു, വയലുകളിൽ ജീവൻ വന്നു എന്നാണ് അർത്ഥം. നോക്കൂ, ആസ്മാൻ പർ കാലേ കാലേ ബാദൽ ഛാനേ ലഗേ, ഹൽക്കി ഹൽക്കി ഹവ ചൽനേ ലഗി ഓർ പാനി ബറസ്നേ ലഗ. എന്തായി പറഞ്ഞത്? മഴ വരുന്നതിന് മുന്നോടിയായിട്ടുണ്ടാവുന്ന നമ്മുടെ ലക്ഷണങ്ങളാണ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? മേഘം, കാർമേഘങ്ങൾ വ്യാപിക്കും, പിന്നെ തണുത്ത കാറ്റ് വീശും, ചിലപ്പോൾ ചെറിയ ഇടി കേൾക്കും അല്ലേ, കേൾക്കാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ആകാശത്ത് കറുത്ത കാർമേഘങ്ങൾ അല്ലെങ്കിൽ കറുത്ത മേഘങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. പിന്നെയോ തണുത്ത നേരിയ കാറ്റ്, തണുത്ത കാറ്റ് അല്ലെങ്കിൽ തണുത്ത എന്നല്ല കേട്ടോ, ഹൽക്കി ഹൽക്കി ഹവ എന്ന് വെച്ചാൽ ചെറിയ കാറ്റിങ്ങനെ ചെറിയ കുളിർക്കാറ്റ് എന്ത് ചെയ്യണം, വീശിത്തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ പാനി, വെള്ളം ഇങ്ങനെ പെയ്യാൻ തുടങ്ങി, അഥവാ മഴ പെയ്യാൻ തുടങ്ങി. വാഹ് ക്യാ ബാരിഷ് ഹേ, ഹായ് എന്തൊരു മഴ അല്ലെങ്കിൽ എന്ത് മഴയാണ്. ആനന്ദ് ആംഗൺ की तरफ दौड़ा और बारिश में नाचते हुए गाने लगा. അല്ലേ, എന്താ പറയുന്നത്? ആനന്ദ് മുറ്റത്തേക്ക് ഓടി, എന്നിട്ടോ മഴയത്ത് പാടിക്കൊണ്ട് കളിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ട് പാടാൻ തുടങ്ങി. അപ്പം നമ്മുടെ പാഠഭാഗം നോക്കൂ, പാഠത്തിൻ്റെ പേരെന്താ? ഖേത്തോ മേ ജാൻ ആയി. എന്തായി ഖേത്ത്? നമുക്കറിയാം, വയലാണ് അല്ലേ, വയലാണ്. വയലുകൾക്ക് അല്ലെങ്കിൽ വയലുകളിൽ ജീവൻ വന്നു എന്നാണ് പറയുന്നത്. എന്താ ഈ വയലുകളിൽ ജീവൻ വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഴ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയെന്നാണോ? അല്ല അല്ലേ. എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ വാടിത്തളർന്ന് കിടക്കുന്ന ആ ഒരു അവസ്ഥ, പൂക്കളൊക്കെ അല്ലേ ഇങ്ങനെ ഉണങ്ങി വരണ്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പം അതുപോലെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ പാടങ്ങളൊക്കെ ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ, വെള്ളം കിട്ടാതെ അല്ലേ. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ട് നമ്മുടെ മഴ വരുന്ന സമയത്ത് ആ വയലുകളിലൊക്കെ ഒരു ഉണർവുണ്ടാവുകയും വീണ്ടും നമ്മുടെ കൃഷിക്കായിട്ടൊക്കെ ആ ഭൂമി ഒന്ന് സജ്ജമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കേത്തോമേ ജാൻ ആയി, വയലുകളിൽ ജീവൻ വന്നു. നോക്കൂ, മഴ വരുന്നതിന് മുന്നേ ഒരുപാട് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടാവും? കാറ്റ് വീശും, കാർമേഘങ്ങൾ വ്യാപിക്കും, ചിലപ്പോൾ ഇടിയൊക്കെ കേൾക്കും അല്ലേ. അതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മുടെ പാഠഭാഗം തുടങ്ങുകയാണ് കേട്ടോ. നോക്കൂ, ആസ്മാൻ പർ കാലേ കാലേ ബാദൽ ചാനേ ലഗി. എന്താ പറഞ്ഞത്? ആകാശത്ത് കറുകറുത്ത മേഘങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. ഹൽക്കി ഹൽക്കി ഹവ ചൽനേ ലഗി. പിന്നെന്താ? നേരിയ കാറ്റ് വീശി തുടങ്ങി. ഓർ പാനി ബറസ്നേ ലഗ. പിന്നെയോ വെള്ളം ഇങ്ങനെ വീഴാൻ തുടങ്ങി, അല്ലെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങി. വെള്ളം പെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ എന്താ? മഴ പെയ്യാൻ തുടങ്ങി അല്ലേ. നോക്കൂ, വാഹ് ക്യാ ബാരിഷ് ഹേ. ഹായ്, എന്തൊരു മഴ അല്ലേ. ആനന്ദ് ആംഗൺ കി തറഫ് ദൗഡാ ഓർ ബാരിഷ് മേ നാച്ചത്തെ ഹുയേ ഗാനേ ലഗ. നമ്മുടെ ആനന്ദ് ഉണ്ടല്ലോ, ആനന്ദ് എന്തു ചെയ്തു? മുറ്റത്തേക്ക് ഓടിയിട്ട് മഴയിൽ തുള്ളിച്ചാടിക്കൊണ്ട് പാടാൻ തുടങ്ങി. അപ്പോൾ അവൻ ആ മഴ വന്ന സമയത്ത് സന്തോഷത്തോടു കൂടെ പാടുന്ന ആ ഒരു കവിതയാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, നമ്മുടെ ആനന്ദ് പാടുന്ന പാട്ടാണെങ്കിലും ഇത് എഴുതിയതാരാന്നറിയോ? നമ്മുടെ ഉറുദുവിലെ പ്രശസ്ത കവിയായിട്ടുള്ള അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. അൽത്താഫ് ഹുസൈൻ ഹാലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധുനിക കവിതയുടെ പിതാവ് എന്ന് പറയുന്ന 2 പേരാണ്, അല്ലെങ്കിൽ ആധുനിക കവിത തുടങ്ങിയത് 2 പേരിൽ നിന്നാണ്. ഒന്ന് മുഹമ്മദ് ഹുസൈൻ ആസാദും പിന്നൊന്ന് ഹോജ അൽത്താഫ് ഹുസൈൻ ഹാലിയും. അപ്പോൾ അവരുടെ പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണ് നമ്മുടെ ഇത് കേട്ടോ. നോക്കൂ, നമുക്കൊന്ന് നോക്കാം അല്ലേ. ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം. ബർസാത്ത് സിർ പെ ആയി, കാലി ഗഠായേ लाई, गिर गिर के आए बादल, हर सिमत छाए बादल, चम चम बरस रहा है, जम जम बरस रहा है, पानी का शोर देखो, पानी का जोर देखो, लहरा रही है नहरें, बलका रही है नहरें, बाओं में शान आई, खेतों में जान आई. നോക്കാം അല്ലേ. ഇനി ഇതിൻ്റെ മത്ലബ് എന്താണെന്ന് അതും കൂടെ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മത്ലബ് നോക്കാം. ബർസാത്ത് സിർ പെ ആയി, കാലി ഗഠായേ ലായി. ഇതിൽ ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാലം. സിർ നമുക്കറിയാം അല്ലേ, സിർ തല, ശിരസ് എന്നൊക്കെ പറയാം. പേ എന്ന് പറഞ്ഞാൽ പർ എന്നുള്ള അർത്ഥമാണ്, ആയി വന്നു. പിന്നെ കാലി ഗഠായി എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ അല്ലെങ്കിൽ കറുത്ത മേഘങ്ങൾ. ലായി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ഇതിൽ മൊത്തം അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം നമുക്ക്? കറുത്ത മേഘങ്ങൾ മഴക്കാലത്തെ നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവന്നു, നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ മഴ വന്നു, അതാരാ കൊണ്ടുവന്നത്? മഴക്കാലത്തെ ആരാ കൊണ്ടുവന്നേ? കറുത്ത മേഘങ്ങൾ. അടുത്തതോ ഗിർ ഗിർ കെ ആയി ബാദൽ, ഹർസമത്ത് ചായി ബാദൽ. പിന്നെന്താ പറയുന്നത്? മേഘങ്ങളിൽ നിന്നും തുള്ളി തുള്ളിയായി അല്ലെങ്കിൽ വീണുകൊണ്ടേയിരിക്കുന്നു അല്ലേ മഴ. മേഘത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? മഴത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. ഗിർഗിർക്കയായി എന്ന് വെച്ചാൽ ഷോർ ഔർ സോർ എന്ന് വെച്ചാൽ ബഹളത്തോടുകൂടെയും ശബ്ദത്തോടുകൂടെയും അതുപോലെ തന്നെ ശക്തിയോടുകൂടിയും മേഘം അല്ലേ, മേഘത്തിൽ നിന്നിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയോ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ബാദൽ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തും മേഘങ്ങൾ വ്യാപിച്ചു, അതിൽ നിന്നും മഴ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ചം ചം ബറസ് രഹാ ഹേ, ജം ജം ബറസ് രഹാ ഹേ. ആ മഴയുടെ ശബ്ദമാണ് അല്ലേ, റിം ജിം ചം ചം എന്നൊക്കെ പറയുന്നത്. ജം ജം എന്ന് പെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ജം ജം എന്ന് പറഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. പാനി കാ ഷോർ ദേക്കൂ,
മഴയുടെ ആ ശബ്ദം നോക്കൂ. പാനി കാ സോർ ദേഖോ. പാനി അത് വെച്ചാൽ മഴ എന്ന് വെച്ചാൽ വെള്ളം അല്ലേ. ആ വെള്ളത്തിൻ്റെ ആ സോർ എന്ന് വെച്ചാൽ ശക്തി നോക്കൂ. വെള്ളത്തിൻ്റെ ആ ശബ്ദം നോക്കൂ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ശക്തിയും നോക്കൂ. ലഹരാ രഹി ഹേ നെഹരെ ബൽക്കാ രഹി ഹേ നെഹരെ. ഇതിലെന്താ പറയുന്നത്? അലയടിച്ചുകൊണ്ടിരിക്കുന്നു. പുഴകളൊക്കെ എന്ത് ചെയ്യാണ്? അലയടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ആ പുഴകളൊക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ബൽക്കാ രഹി ഹേ നെഹരി. പുഴകളൊക്കെ നിറഞ്ഞ വെള്ളം കൊണ്ട് അതിങ്ങനെ എന്ത് ചെയ്യാണ്? പുളകിതമായിക്കൊണ്ടിരിക്കുന്നു. പുളകിതമായി വളഞ്ഞു പുളഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ പുഴകളും തോടുകളും നദികളും ഒക്കെ മഴവെള്ളം കൊണ്ട് നിറഞ്ഞ് അല്ലേ, അത് അങ്ങനെ ഇളകി ആടി ഒലിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ബാ ഓ മേ ഷാൻ ആയി കേത്തോ മേ ജാൻ ആയി. പിന്നെന്താ പറയുന്നത്? പൂന്തോപ്പുകൾക്കെല്ലാം ഷാൻ, ആ അന്തസ് അല്ലേ, അതിൻ്റെ ആ ഒരു പ്രൗഢി വന്നു. അതുപോലെ തന്നെ വയലുകളിലെല്ലാം ജീവനും വന്നു. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി മൊത്തമായിട്ട് ഇതിൻ്റെ ആശയം ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ വരികളിൻ്റെ ആശയമാണ്. ഇനി മൊത്തമായിട്ട് നമുക്ക് ഇതൊരു ചെറിയൊരു ആശയമാക്കിയിട്ട് ഇതിൻ്റെ ആകത്തുക എന്താണെന്നും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മുടെ കവിയായിട്ടുള്ള അൽത്താഫ് ഹുസൈൻ ഹാലി എന്താ പറയുന്നത്? എന്താണ് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? മഴക്കാലം, ആ മഴക്കാലത്തിൻ്റെ ആ സൗന്ദര്യം, മഴക്കാലത്തിൻ്റെ പ്രൗഢി, അതൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ കൂടി പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ കറുത്ത മേഘങ്ങളാണ് അല്ലേ, കറുത്ത മേഘങ്ങൾ അല്ലെങ്കിൽ കാർമേഘങ്ങൾ വ്യാപിക്കും. മഴയുടെ സമയത്ത് കാർമേഘങ്ങൾ വ്യാപിക്കുമല്ലോ, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മഴത്തുള്ളികൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വീഴുന്നത് അല്ലേ. പിന്നെ എല്ലായിടത്തും വ്യാപിക്കുന്ന ആ മേഘങ്ങളിൽ നിന്ന് മഴ ജംജംന്നും ചംചം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. പിന്നെയോ അതിൽ നിന്ന് പെയ്യുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദവുമൊക്കെ അത് വേറൊന്ന് തന്നെയാണ് അല്ലേ. അതിലൂടെ അല്ലെങ്കിൽ ആ ബാദലിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിലൂടെ നമ്മുടെ പുഴകളും നദികളും ഒക്കെ നിറഞ്ഞു കവിയുന്നു. അവ ആ വെള്ളം ഉൾക്കൊണ്ടുകൊണ്ട് പുളഞ്ഞ് പുളകിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ ഈ പെയ്യുന്ന മഴ കൊണ്ട് നമ്മുടെ പൂന്തോപ്പുകൾക്കും വയലുകൾക്കുമൊക്കെ പുതിയൊരു ജീവൻ ഉണ്ടാവുന്നു. അതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. നന്നായി വൃത്തിയായി മനസ്സിലാക്കുക, ചൊല്ലി നോക്കുക. ഇതിൻ്റെ വർക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.